My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So, guys, ഇത് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്. ഓക്കെ, എനർജറ്റിക്കലായിട്ടുള്ള മാറ്റമായിരിക്കാം, ഓർ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യമായിരിക്കാം, ഓർ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്രൂവ്ഡ് ആവുന്ന പോലെ എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഹെവി ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യാണ്. ആൻഡ് അത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കായിട്ട് കിടന്നിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യാൻ പോവാണ്. അതാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എനർജറ്റിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ക്ലെയിം ഇറ്റ്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. ഐ ക്യാൻ ഫീൽ എന്തൊക്കെയാണ് ബ്ലോക്ക് ആയിട്ട് കിടന്നിട്ടുള്ളത് അതൊക്കെ അൺബ്ലോക്ക്ഡ് ആവുകയാണ്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത്. എവ്രിതിങ് ഇസ് ഗോണ unblocked. What major shift is gonna happen in your life? എന്തൊക്കെയാണ് വെരി സൂൺ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. Come on guys, take this as a confirmation. എന്താണോ ബ്ലോക്ക് ആയിട്ടുള്ളത് അതൊക്കെ അൺബ്ലോക്ക് ആവാൻ പോവാണ്. ഓക്കെ, സോ യെസ്, ഐ എം റിപ്പീറ്റിംഗ് ദിസ് വേർഡ് ജസ്റ്റ് ടു റീകൺഫേം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യാൻ പോവാണ്, വീണ്ടും ഒന്നിക്കാൻ പോവാണ്, അപ്രൂവ് ഉണ്ടാവാണ്. ഓക്കെ, പല ആളുകളെ കാണാനുള്ള അപ്രൂവ് നിങ്ങൾക്ക് ഉണ്ടാവാണ്. ഇറ്റ്സ് ലൈക്ക് എ ഡിവൈൻ അപ്രൂവൽ നിങ്ങൾക്ക് ഉണ്ടാവാണ്. ഓക്കെ, സോ എന്തൊക്കെയാണോ ഒരു ദൂരത്തിൽ നിന്നിട്ടുള്ളത്, എന്തൊക്കെയാണോ അനുവാദമില്ലാതെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ കിടന്നിട്ടുള്ള കാര്യങ്ങൾ, സിറ്റുവേഷൻ ആയിരിക്കാം, ആളുകളായിരിക്കാം, ഓർ എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യൽ അപ്രൂവൽ ആയിരിക്കാം. സോ അതൊക്കെ മീറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ്, ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ടേക്ക് ദിസ് ആസ് എ കൺഫർമേഷൻ. നിങ്ങളുടെ പല എക്സ്പെക്ടേഷനും മീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അവിടെ അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവാൻ പോകുന്നത്. ഓൾറൈറ്റ്, സോ ആൻഡ് ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ അപ്രൂവൽ നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഓർ എന്തെങ്കിലും ഒരു അതോറിറ്റിയുടെ അപ്രൂവലൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, അതൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അതൊക്കെ അതിൻ്റെ ഒരു റൈറ്റ് ടൈമിൽ സംഭവിക്കാൻ പോവാണ്, വിതൗട്ട് എനി ഡിലേ. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ട് ഉള്ള ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒരു ഡിലേയും ഇല്ലാതെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്. ഓക്കെ, വളരെ സന്തോഷം ഉണ്ടാക്കുന്ന മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്, വളരെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ ജീവിക്കാൻ പോവാണ് നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷനുമായിട്ട്. ഓക്കെ, ബിക്കോസ് സന്തോഷം എന്താണെന്നും കൂടെ നിങ്ങൾ വളരെ നന്നായിട്ട് അറിയുന്നുണ്ട്, ബിക്കോസ് നിങ്ങളുടെ പല എക്സ്പെക്ടേഷനും അവിടെ മീറ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളുടെ പല എക്സ്പെക്ടേഷനും അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇത് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ പ്രോബബ്ലി ലൈക്ക് നിങ്ങളുടെ ഒരു ഹോപ്പ് പലപ്പോഴായിട്ട് പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു ടൈമിൽ ഇൻറ്റ്യൂഷൻ തോന്നി, നിങ്ങൾക്കൊരു സമയത്ത് ശരിയാണെന്ന് തോന്നി, ബട്ട് സിറ്റുവേഷൻ കാരണം, എക്സ്റ്റേണൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ കാരണം നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങി, അല്ലേ? സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സാഹചര്യം നിങ്ങൾക്ക് എതിരായിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫീലിങ്സിൽ മേ ബി നിങ്ങൾക്ക് തന്നെ ഡൗട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കണം. ഈവൻ അത് നിങ്ങൾക്ക് അറിയാം, ലൈക്ക് അത് ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം, അല്ലേ? സോ അങ്ങനത്തെ പല കാര്യങ്ങളും അല്ല, നിങ്ങളുടെ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ്, ചില ആളുകളെ പറ്റിയിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ്, ചില കാര്യങ്ങൾ നിങ്ങൾ ലൈക്ക് കുറെ കാര്യങ്ങൾ വിറ്റ്നസ് ചെയ്യുന്നും കൂടെ ഉണ്ട്, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ വിറ്റ്നസ് ചെയ്യാൻ കൂടെ പോവാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. അത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില സാഹചര്യം, ചില സിറ്റുവേഷൻ, ചില ആളുകളെ പറ്റി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കൺഫേം ആവാൻ കൂടെ പോവാണ്. ഓക്കെ, അതൊരിക്കലും മേ ബി ലൈക്ക് അത് നിങ്ങൾക്കൊരു ഒരുപാട് വിഷമം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്കൊരു വിഷമമായിട്ട് തോന്നുകയില്ല. ഓക്കെ, സോ ചില ആളുകളുടെ സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ബട്ട് ചില ആളുകൾ ഇത് വളരെ സന്തോഷമായിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില ആളുകളെ പറ്റിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീലിങ്സ്, അത് ജെന്യൂൻ ആണ്, അത് സത്യമാണ്, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങൾ ഡൗട്ട് ചെയ്തിട്ടുള്ള പല സിറ്റുവേഷനും അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പോകുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ റിലേറ്റ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻ, നിങ്ങളൊരു ഡൗട്ടിൽ നിൽക്കുന്നത്. ഓൾറൈറ്റ്, സോ ടേക്ക് ദിസ് ആസ് എ കൺഫർമേഷൻ. ഓക്കെ, ഇത് പ്രോബബ്ലി നിങ്ങൾക്ക് ഒരുപാട് പേടി തന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഫിയർ ആണ് അൺലോക്ക് ആവാൻ പോകുന്നത്. എന്താണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഇത്രയും ബോധർ ചെയ്യുന്ന ഒരു കാര്യം, എന്താണോ നിങ്ങളുടെ കൺട്രോൾ അല്ലാണ്ട് പോകുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഗൈസ്, നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ശരിക്കും പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ,
എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഡൗട്ട്, ഫിയർ, കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്കൊരു മാറ്റം അവിടെ ഉണ്ടാവുന്നത്? ഏതൊക്കെ രീതിയിലാണ് ആ ഒരു കാര്യത്തിൽ മാറ്റങ്ങൾ വരുന്നത്? സോ ചില സിറ്റുവേഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു അറിവ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഗൈസ്, നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, എന്താണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഡെസ്പറേറ്റ്ലി കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ പേടി കൊണ്ട്, സാഹചര്യം കൊണ്ട്, നിങ്ങളുടെ സ്ട്രെസ് കൊണ്ട്, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സാഹചര്യത്തിന് നിങ്ങൾ ഒരുപാട് പ്രഷർ കൊടുക്കുന്നത്, ഡെസ്പറേറ്റ് ആയിട്ട് ഒന്നും നിങ്ങൾ ചേസ് ചെയ്യാനോ കണക്ട് ചെയ്യാനോ ഈ ഒരു സമയത്ത് പാടില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ആ ഒരു കാര്യമാണ് അല്ലെ? സോ ഈ ഒരു ഇമോഷൻ, നിങ്ങൾ ഈ സമയത്ത് കടന്നു പോകുന്ന ആ ഒരു ഇമോഷൻ നിങ്ങളെ നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഐഡിയാസ് കിട്ടുന്നുണ്ട്. റൈറ്റ്, നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു പഴയ ഐഡന്റിറ്റി, അതായത് ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ള, ഇത്ര കാലം ഒരു പാറ്റേൺ ആയിട്ടായിരിക്കാം നിങ്ങളുടെ റിയാക്ഷൻ, റെസ്പോൺസ്, നിങ്ങൾ ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഇപ്പം പോകുന്ന അവസ്ഥ ആ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. സോ മേ ബി ലൈക്ക് നിങ്ങൾ ചില സിറ്റുവേഷൻ സമാധാനമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ നിങ്ങൾ ഫൊഗീവ് ചെയ്യാൻ പഠിക്കുന്നുണ്ടായിരിക്കണം. ഡിഫറെൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പഠിക്കുന്നുണ്ടായിരിക്കണം. റൈറ്റ്, സോ മനസ്സിലാക്കുക, ഈവൻ ഇത് നിങ്ങൾക്ക് വളരെ വേഴ്സ്റ്റ് ആയിട്ട്, ഈ ഒരു സാഹചര്യം വളരെ വേഴ്സ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഇങ്ങനെ സെൽഫായിട്ട് നിങ്ങൾ ഡീപ്പായിട്ട് ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ആങ്കർ, നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ പല പല ഇമോഷൻസും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, സോ നിങ്ങൾക്കൊരു സ്ട്രഗിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കാം ആയാലേ ചില സിറ്റുവേഷൻ അവിടെ റൈറ്റ് പ്ലേസിൽ വരാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ഈ സമയത്ത് കാം അല്ല, നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കാം ആവാതെ, നിങ്ങളുടെ ഇമോഷൻസ് അവിടെ സെറ്റിൽ ആവാതെ, നിങ്ങളൊരു സ്ഥലത്ത് സമാധാനമായിട്ട് ടെൻഷനോ പേടിയോ കൂടാതെ ഇരിക്കുന്ന സമയത്താണ് ചില കാര്യങ്ങൾ അതിൻ്റെ പണി അതിനെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ബിക്കോസ് ചില ആളുകൾ സിറ്റുവേഷൻ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് പേടിയോട് കൂടിയിട്ടൊക്കെ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതൊരിക്കലും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വോക്ക് ആവാൻ ഹെൽപ്പ് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അൺബ്ലോക്ക് ആക്കി കിട്ടുന്നത്. നിങ്ങൾ കാമാവുന്ന സമയത്താണ് അത് സംഭവിക്കുക. നിങ്ങൾ എനർജറ്റിക്കലി, ഇമോഷണലി റെസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, സിറ്റുവേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഒന്നും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ല സംഭവിക്കുന്നത്. ഒന്നും നിങ്ങൾ കണ്ടീഷൻ വെക്കാതിരിക്കുക. ഓക്കെ, ഒന്നും നിങ്ങൾ ധൃതി കാണിക്കാതിരിക്കുക. നിങ്ങളുടെ കൺട്രോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ധൃതിയും കാണിക്കാതിരിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ടൈം കൊടുക്കുക. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഓക്കെ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിന് ഒരുപാട് സ്ട്രെസ് കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഒരുപാട് പുഷ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് റിലാക്സ്. എപ്പം നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാം ആവുന്നോ അപ്പോഴേ നിങ്ങൾ ഇതുപോലത്തെ കാര്യത്തിലേക്ക് അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പോഴേ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ ഒരു കാര്യം എഫേർട്ട്ലെസ്ലി ലൈഫിലേക്ക് വരുള്ളൂ. ഗൈസ്, റിലേറ്റഡ്? ഓക്കെ, എന്തൊക്കെയാണ് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്വയം നേടിയെടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, സ്വയം തിരിച്ചറിയാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ നോളേജ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ പറ്റിയിട്ടൊരു ഐഡന്റിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എനിക്ക് നിങ്ങളിവിടെ സ്വന്തം കാലിൽ നിൽക്കുന്നത് ഇത്ര സമയമായിട്ട് നിങ്ങൾ ചില ഇമോഷൻസിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം അല്ലെ? ഈ ഒരു കാര്യമില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഈ ഒരാളില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ സംഭവിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അത് ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കില്ല. അതിലൂടെ നിങ്ങൾ പോയിട്ട് ഫൈനലി നിങ്ങൾ പഠിക്കും എങ്ങനെ സ്വന്തം കാലിൽ മറ്റുള്ള ആളുകളെ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തെ നിങ്ങളുടെ സന്തോഷം ഏൽപ്പിക്കാതെ എങ്ങനെ സ്വന്തം സന്തോഷം കണ്ടെത്തണം എന്നുള്ളത് നിങ്ങൾ പഠിക്കും. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ചില ആളുകൾക്ക് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഒരു സെൽഫ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യൽ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ കൂടെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ക്ഷമ, നിങ്ങൾ കാര്യങ്ങൾ കാമായിട്ട് എടുക്കാൻ പഠിക്കുന്നുണ്ട്, നിങ്ങളൊരു കാം എനർജിയിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിലേക്ക് വരുന്നുണ്ട്. എന്താ സംഭവിക്കുക, ചില ആളുകൾ നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് നിങ്ങൾ
ഒരുപാട് പ്രഷർ കൊടുത്ത് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകളെ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് ആരുടെങ്കിലും പിറകെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അവർക്ക് ശരിക്കും അത് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അവർക്ക് ഒന്നും പ്രോസസ് ചെയ്യാനുള്ള ഒരു ടൈം സ്പേസ് നിങ്ങൾ കൊടുക്കാത്ത പോലെ ഉണ്ടാവുന്നുണ്ട്. സോ റിലീസ്. ഓക്കെ, അത് എനർജറ്റിക്കലി ആണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, ട്രസ്റ്റ് വാട്ട് യു ഹാവ് ഫെൽറ്റ്. ഓക്കെ, ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു ജെന്യൂൻ ഫീലിംഗ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. സാഹചര്യം എങ്ങനെ പോകുന്നു എന്നുള്ളതല്ല. നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടേതാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ട്രസ്റ്റ് ചെയ്യുക. അത് പ്രൂവ് ചെയ്യാനുള്ളൊരു ടൈം നേച്ചറിന് കൊടുക്കുക. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് 7-7 ഗൈസ്. 7-7. ലെറ്റ്സ് സീ എന്താണ് നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്ന കാർഡ്. Another 7 or വേറെ എന്തെങ്കിലും. What you need to hear right now. What you need to hear right now. Oh my God. Deception. Another 7. Okay. നിങ്ങൾക്ക് അറിയാം ചില കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് പേടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ പേടിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ചില ആളുകൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചില റിയാലിറ്റി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചില ആളുകളുടെ മാറ്റം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അക്സെപ്റ്റഡ്. ഓക്കെ, 7-7-7 ഗൈസ്. സോ നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് എനർജറ്റിക്കലി ക്ലെൻസ്ഡ് ആവുന്നതും ഡിറ്റാച്ച്ഡ് ആവുന്നതുമാണ്. ഓക്കെ, ഐ ക്യാൻ ക്ലിയർലി സീ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജറ്റിക്കൽ ഡിറ്റാച്ച്മെന്റ്, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ചില പ്ലേസിൽ നിന്ന്, ചില ആളുകളുടെ അടുത്ത് നിന്ന്. ഫൈനലി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചില പ്ലേസിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാണ്, വാക്ക് അവേ ചെയ്യാണ് ഫോർ എവർ. യെസ്, എന്നേക്കുമായിട്ട് നിങ്ങൾ ചില ആളുകളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പോവാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്കറിയാം ചില റിയാലിറ്റി നിങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പേടി കൊണ്ടായിരിക്കാം. ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചാലും സ്റ്റിൽ നിങ്ങളുടെ ആ ഒരു സേഫ് ആയിട്ടുള്ള ഇമോഷൻസിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. റൈറ്റ്? അത് മേ ബി ട്രൂ, അത് മേ ബി സത്യം ആയിക്കൊള്ളണം എന്നില്ല. നിങ്ങളെ എന്തിലാണോ നിങ്ങളെ കംഫേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതല്ല റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? അതിൽ നിങ്ങൾക്ക് കുറെ കാലം നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയാം. നിങ്ങളുടെ ഫാന്റസി ആയിരിക്കാം, നിങ്ങളുടെ ഇമാജിനേഷൻ ആയിരിക്കാം. ഐ ഡോണ്ട് നോ. ഇത് ചില ആളുകൾ കേൾക്കേണ്ട ഒരു മെസ്സേജ് ആണ്. ഇതൊരിക്കലും ഇത് നിങ്ങളുടെ ബ്ലെസ്സിങ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വേദനയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നോ, ഇത് നിങ്ങളുടെ ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നിങ്ങൾ കൂടുതൽ നിങ്ങൾ എനർജറ്റിക്കലി അവേക്കൻ ആവുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ചില ആളുകളെ വിട്ട് കളയാന്നുള്ളതല്ല, നിങ്ങൾ ഇത്ര കാലമായിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള ചില ഇമോഷൻസ്, ചില ഫാന്റസീസ് ആണ് നിങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ചില അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ചില ഡിസൈർസ് നിങ്ങൾ റിലീസ് ചെയ്യാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കണ്ടീഷൻ വെക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യാണ്. ഓക്കെ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓക്കെ നിങ്ങളൊരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പോവാണ്, ചില ആളുകൾ നിങ്ങൾ എന്നേക്കുമായിട്ട് ലൈഫിൽ നിന്ന് കട്ട് ചെയ്യാൻ പോവാണ്, അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഇമോഷൻസോ നിങ്ങളുടെ ചില കണ്ടീഷൻസോ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കാം. സോ അതൊക്കെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ അതൊക്കെ ലെറ്റ് ഗോ ചെയ്യാനായിരിക്കാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ കൂടുതൽ തിരിച്ചറിയാണ്. ആൻഡ് ഫൈനലി നമ്മൾ മനസ്സിലാക്കുകയാണ് ഓക്കെ നമ്മളായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നമ്മളായിട്ട് സിറ്റുവേഷൻസ് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അതാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നത്. ആ ഒരു സമയത്താണ് നിങ്ങളുടെ സാക്രൽ ചക്ര ക്ലെൻസ്ഡ് ആവുന്നതും അവേക്കൻ ആവുന്നതും കൂടുതൽ നിങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നതും. ആ ഒരു സമയത്താണ് എന്താണോ നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ദാറ്റ് വിൽ ഫ്ലോ എഫേർട്ട്ലെസ്ലി ഇൻ ടു യുവർ ലൈഫ്. ട്രസ്റ്റ് മീ ഗൈസ്. എന്താണോ നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അകലം പാലിക്കാനാണ്. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആഗ്രഹമുണ്ട്, നിങ്ങൾ അതിൻ്റെ അടുത്ത് പോയിട്ട് അതെന്തായോ ശരിയായോ ഇങ്ങനെ നോക്കി നിൽക്കണ്ട. നിങ്ങളൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, സോ ഇനി ദൂരെ പോയി നിൽക്കുക, മാറി നിൽക്കുക. അതെന്തായി, അത് ശരിയാവോ ഇല്ല, അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് നിങ്ങളിങ്ങനെ ഡൗട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾ കണ്ടെത്തുക. ബിക്കോസ് ഈ ഒരു സാഹചര്യം നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് മാത്രമല്ല നിങ്ങളെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്
ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളുടെ പേടി, നിങ്ങളുടെ കണ്ടീഷൻ, നിങ്ങൾ അനാവശ്യമായിട്ട് കീപ്പ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ്, ഇമോഷൻ, നിങ്ങളുടെ ഫാന്റസി, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ക്ഷമ വേണം. ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ ചിലതിന്റെ പിറകെ നിങ്ങൾ പോകുന്നതെങ്കിൽ അത്രയും പേഷ്യൻസ് നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. കറക്റ്റ്. സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ബട്ട് ഇത് നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ്. ഓക്കെ, എന്താണ് ഇനിഷ്യലി ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണെന്നുള്ളത്. ആ ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ഈ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ആയിരിക്കാം. സോ ലെറ്റ് ഇറ്റ് ഗോ. എന്നിട്ടത് നാച്ചുറലി അത് സംഭവിക്കട്ടെ, അത് ടൈം എടുക്കട്ടെ. എത്ര സമയം, എത്ര ദിവസം, 3 മാസം, 3 ദിവസം, നോ, ഇനി അതൊരു കൊല്ലെടുത്തോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ട്രസ്റ്റഡ്, പേഷ്യൻ്റ് ആയിട്ടിരിക്കുക, വെയിറ്റ് ചെയ്യുക. അത് മാത്രം നോക്കി ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല. ലൈഫിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്കത് അത്രയും ഇഷ്ടമാണ്, നിങ്ങൾക്ക് അത്രയും വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലേൺ ഹൗ ടു വെയിറ്റ്, ലേൺ ഹൗ ടു ബി പേഷ്യൻ്റ്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, ലെറ്റ് മീ ടേക്ക് വൺ മോർ മെസ്സേജ്. എന്താണ് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? വെരി സൂൺ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക പേഷ്യൻസ്, ഓക്കെ, ക്ഷമ, അവയർനെസ്, ബിക്കോസ് ഇതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ക്ഷമയും ആ ഒരു മനസ്സിലാക്കലും ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വിജയം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അത് നിങ്ങളിലേക്ക് വരും. ഓക്കെ, സോ ആ ഒരു പേഷ്യൻസ് ഉണ്ടാവുന്ന സമയത്ത് എത്രമാത്രം നിങ്ങൾ ഒരു കാര്യത്തെ ഓടിച്ച് പിടിക്കാൻ നോക്കിയോ അത്രമാത്രം വേഗത്തിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ട്രസ്റ്റ് മീ ഗൈസ്. സോ ലെറ്റ് ഇറ്റ് ഗോ. വാട്ട് എവർ യു ആർ ട്രൈങ് ടു ഹോൾഡ്, ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, ഇത് മനസ്സിൽ വെക്കാം. എന്താണോ നിങ്ങൾ ഓടിച്ച് പിടിക്കാൻ നോക്കുന്നത് അത് നിങ്ങൾ വിട്ടുകളഞ്ഞാൽ അത് അതിനേക്കാൾ സ്പീഡിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ഓക്കെ, സോ എന്താണ് നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് നോക്കുന്നത്? ആ ഫീലിങ്സ് നിങ്ങൾ വിട്ടുകളഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് ഓടി വരും. ഓക്കെ, ടേക്ക് ദിസ് ആസ് എ കൺഫർമേഷൻ. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.